സുപ്രഭാതം. ഒരു ഓഫീസ്. രാവിലെ 9 മണി. 10 വർഷമായി ഒരേ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓരോ ഫയലും എവിടെയാണെന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. ഓരോ നടപടിക്രമവും മനഃപ്പാഠം. അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമുണ്ട്. എന്നേക്കാൾ ഈ ജോലി ആർക്കും അറിയില്ല. ഒരു ദിവസം കമ്പനി പുതിയ സോഫ്റ്റ്വെയർ അവതരിപ്പിച്ചു. പഴയ രീതികൾ മാറി. കുറച്ച് യുവ ജീവനക്കാർ 2 ആഴ്ച കൊണ്ട് പുതിയ സംവിധാനം പഠിച്ചു. പക്ഷേ ഈ സീനിയർ ജീവനക്കാരൻ പറഞ്ഞു, ഇത്ര വർഷം ചെയ്ത രീതി തന്നെയാണ് ശരി, ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അറിവ് കുറഞ്ഞതുകൊണ്ടല്ല, മാറാൻ തയ്യാറാകാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹം പിന്നിലായത്. ആ ദിവസം അദ്ദേഹത്തിന് മനസ്സിലായി, ഇന്നത്തെ ലോകത്ത് ജോലി നഷ്ടപ്പെടുന്നത് പലപ്പോഴും കഴിവില്ലായ്മ കൊണ്ടല്ല, മാറ്റത്തെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഒരു നദിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വലിയ പാറ മുന്നിൽ വന്നാൽ നദി അതുമായി യുദ്ധം ചെയ്യില്ല. ഈ പാറ മാറിയാലേ ഞാൻ ഒഴുകൂ എന്ന് പറയുകയുമില്ല. അത് വഴി മാറി ഒഴുകും, തൻ്റെ യാത്ര തുടരും. അതുകൊണ്ടാണ് നദി ഒടുവിൽ കടലിലെത്തുന്നത്. ജീവിതത്തിലും കരിയറിലും വിജയിക്കുന്നവർ അങ്ങനെയാണ്. അവർ ലക്ഷ്യം ഉപേക്ഷിക്കില്ല, പക്ഷേ ലക്ഷ്യത്തിലെത്താനുള്ള വഴി ആവശ്യമാകുമ്പോൾ മാറ്റും. 20 വർഷം മുമ്പ് നാം ഉപയോഗിച്ചിരുന്ന പല ജോലികളും ഇന്നില്ല. ഫിലിം റോൾ കഴുകുന്ന കടകൾ, പേജർ സർവീസ്, ടൈപ്പ് റൈറ്റർ റിപ്പയർ, അവ പലതും ചരിത്രമായി. അതേസമയം അന്നില്ലാതിരുന്ന ജോലികൾ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്നു. ആപ്പ് ഡെവലപ്പർ, ഡിജിറ്റൽ മാർക്കറ്റർ, ഡാറ്റ അനലിസ്റ്റ്, AI സ്പെഷ്യലിസ്റ്റ്. ലോകം മാറി. ചോദ്യം ഇതാണ്, നമ്മളും അതിനോടൊപ്പം മാറിയോ? ഒരു മരത്തെ നോക്കൂ. കൊടുങ്കാറ്റ് വരുമ്പോൾ വളരെ കട്ടിയുള്ള ഒരു ശാഖ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. പക്ഷെ ഒരു മുളങ്കമ്പ് കാറ്റിനൊപ്പം വളയും. കാറ്റ് കഴിഞ്ഞാൽ വീണ്ടും നേരെയാകും. വിചിത്രമല്ലേ? ശക്തി മാത്രം അല്ല അതിനെ രക്ഷിച്ചത്, വഴങ്ങാനുള്ള കഴിവാണ് രക്ഷിച്ചത്. കരിയറിലും അതുതന്നെയാണ്. എപ്പോഴും ഏറ്റവും ബുദ്ധിമാനാണ് വിജയിക്കുന്നത് എന്നില്ല. എപ്പോഴും ഏറ്റവും അനുഭവ സമ്പന്നനും അല്ല. ഏറ്റവും വേഗത്തിൽ പഠിക്കുകയും മാറുകയും ചെയ്യുന്നവരാണ് ദീർഘകാലം വിജയിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം പലപ്പോഴും ശരിയായ ഉത്തരങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ജീവിതം ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? കാരണം ഇന്ന് പഠിച്ച അറിവ് 5 വർഷത്തിന് ശേഷം മതിയാകണമെന്നില്ല. ഇന്നത്തെ കഴിവ് നാളെയുടെ വെല്ലുവിളിക്ക് പോരാതെ വരും. അതിനാൽ ഇന്ന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഡിഗ്രി അല്ല, പഠിച്ചുകൊണ്ടിരിക്കുവാനുള്ള മനോഭാവമാണ്. ഒരു യുവാവ് ഒരു മുതിർന്ന തൊഴിലാളിയോട് ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 30 വർഷം ഒരേ ജോലി ചെയ്തിട്ടില്ല. യുവാവ് അത്ഭുതപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഈ കമ്പനിയിൽ 30 വർഷമായില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, പക്ഷെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഞാൻ പുതിയതായി പഠിച്ചു. കമ്പനി മാറിയപ്പോൾ ഞാനും മാറി. സാങ്കേതികവിദ്യ മാറിയപ്പോൾ ഞാൻ മാറി. ഉത്തരവാദിത്വം മാറിയപ്പോൾ ഞാനും മാറി. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്. എത്ര മനോഹരമായ മറുപടി! ഇന്ന് പലരും ജോലി അന്വേഷിക്കുന്നു. പക്ഷെ നാളെ കമ്പനികൾ അന്വേഷിക്കുന്നത് ഒരു പ്രത്യേക ഗുണമായിരിക്കും. ഈ വ്യക്തി പഠിക്കാൻ തയ്യാറാണോ? കാരണം ഒരു കമ്പനിക്ക് ഒരു കഴിവ് പഠിപ്പിക്കാം, പക്ഷെ മാറാൻ തയ്യാറായ മനസ്സ് പഠിപ്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് മാറ്റത്തെ ഭയക്കരുത്. പുതിയ സാങ്കേതിക വിദ്യ വന്നാൽ പഠിക്കൂ. പുതിയ ഉത്തരവാദിത്വം വന്നാൽ സ്വീകരിക്കൂ. പുതിയ ആളുകളോടൊപ്പം പ്രവർത്തിക്കൂ. ചോദിക്കാൻ മടിക്കരുത്. കാരണം പഠിക്കുന്നവർ ഒരിക്കലും ചെറുതാകുന്നില്ല, അവർ വളരുകയാണ്. അവസാനമായി ഇന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കൂ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഞാൻ എന്താണ് പുതിയതായി പഠിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് തന്നെ ഒരു പുതിയ കഴിവ് പഠിക്കുവാൻ തീരുമാനിക്കൂ. ഒരു പുസ്തകം, ഒരു ഓൺലൈൻ കോഴ്സ്, ഒരു പുതിയ സോഫ്റ്റ്വെയർ, ഒരു പുതിയ ഭാഷ, എന്തുമാകാം. കാരണം കരിയറിൽ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ ഇന്ന് അറിയുന്നതല്ല, നാളെ അറിയേണ്ടത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ്. ലോകം മാറിക്കൊണ്ടിരിക്കും, തൊഴിലുകൾ മാറിക്കൊണ്ടിരിക്കും, സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്ന മനുഷ്യന് അവസരങ്ങൾ ഒരിക്കലും തീരില്ല. എല്ലാവർക്കും പഠനവും വളർച്ചയും
പുതിയ സാധ്യതകളും നിറഞ്ഞ ഒരു മനോഹര ദിനം ആശംസിക്കുന്നു. നന്ദി.